പലരും നിസ്സാരമായി കണ്ടൊരു രാഷ്ട്രീയ പ്രവേശനം. എന്നാൽ ആദ്യ സമ്മേളനത്തിനെത്തിയത് 5 ലക്ഷത്തിലധികം പേർ. സൗത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സംഭവം. കലങ്ങി മറിയുകയാണ് തമിഴ് രാഷ്ട്രീയം. ജയലളിതയ്ക്കൊരു പിൻഗാമിയെ കണ്ടെത്താനാവാതെ AIDMK, കുടുംബ പാരമ്പര്യം തുടർന്ന് DMK, ഇതിലേക്ക് ദളപതി വിജയ് കൂടി എൻട്രി ചെയ്യുന്നു. എന്തായിരിക്കും തമിഴ് രാഷ്ട്രീയത്തിന്റെ ഭാവി? നമുക്ക് പരിശോധിക്കാം. 15 മാസങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടൻ വിജയ് ഇപ്പോൾ തന്നെ കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ട്. പാർട്ടി പ്രഖ്യാപനം മുതൽ എല്ലാ സമയത്തും മാധ്യമങ്ങളിൽ ലൈവായി നിൽക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇഫ്താർ സംഗമവും നിസ്കാരം നിർവഹിച്ചതുമല്ല. സിനിമാ നടന്മാർക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്ന തമിഴ് രാഷ്ട്രീയം ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ആരാധക സമ്പത്തുള്ള കമലഹാസനും രാഷ്ട്രീയത്തിന്റെ പടിവരെ എത്തിയിട്ട് തിരിച്ചിറങ്ങിയ രജനികാന്തുമെല്ലാം ഇതിന്റെ സമകാലിക ഉദാഹരണങ്ങളാണ്. ദളപതി വിജയ്ക്ക് ഈ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നമ്മൾ കാത്തിരുന്നു കാണേണ്ടത് തന്നെയാണ്. ജയലളിത എന്ന വൻമരം വീണതോടുകൂടി AIDMKയുടെ സാധ്യതകൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ അവസാനിച്ചതാണ്. MGR എന്ന മഹാനായ രാഷ്ട്രീയക്കാരനിലൂടെ തുടങ്ങി ജയലളിതയുടെ വളർന്ന് പന്തലിച്ച രാഷ്ട്രീയ പാർട്ടിക്ക് സുശക്തമായ ഒരു സംഘടനാ സംവിധാനം കൊണ്ടുവരാൻ ആർക്കും സാധ്യമായതില്ല. രാഷ്ട്രീയ നേതാക്കൾ എന്നതിലുപരി വീരാരാധനയായാണ് പാർട്ടിയിലേക്ക് പല മെമ്പർമാരും കാലെടുത്തു വെച്ചത്. ഇതോടെ തന്നെ പാർട്ടിയുടെ അടിത്തറ ഇളകിയതാണ്. ജയലളിതയുടെ മരണശേഷം നല്ലൊരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ പോലും AIDMKക്ക് ഇതുവരെ സാധ്യമായിട്ടില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP പിന്തുണയോടുകൂടി മത്സരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. എന്നാൽ ഉയർത്തിക്കാണിക്കാൻ നല്ലൊരു നേതാവ് പോലും അവർക്കിന്ന് ബാക്കിയില്ല. BJPക്ക് യാതൊരു വേരോട്ടവും ഇല്ലാത്ത തമിഴ്നാട് മണ്ണിൽ ഈ സഖ്യത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നിലവിൽ പ്രതിപക്ഷ പാർട്ടികളൊന്നും ശക്തമല്ലാത്ത തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയുടെ തമിഴ് വെട്രിക്കഴകത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രൂപീകരിച്ച് വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ TVKക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഇടിച്ചു കയറാൻ സാധിച്ചിട്ടുണ്ട്. വൻ ജനപങ്കാളിത്തത്തോടുകൂടി നടത്തിയ പാർട്ടി പ്രഖ്യാപന സമ്മേളനമെല്ലാം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. നിലവിൽ TVKയുടെ മുന്നിലുള്ളത് സ്റ്റാലിൻ എന്ന പ്രധാന വെല്ലുവിളി മാത്രമാണ്. പാർട്ടി പോലും അല്ലാത്ത കാലത്ത് വിജയ് ഫാൻസ് അസോസിയേഷനായി മത്സരിച്ച് 100-ലധികം വാർഡുകൾ സ്വന്തമാക്കാൻ ഇക്കൂട്ടർക്ക് സാധിച്ചിട്ടുണ്ട്. DMKയുടെ പുതിയ നേതാവായി ഉദയനിധി സ്റ്റാലിനെ പ്രഖ്യാപിച്ചതോടുകൂടി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് തമിഴ് വെട്രിക്കഴകമായിരിക്കുമെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. DMK ഒരു കേഡർ പാർട്ടിയാണെങ്കിൽ പോലും കരുണാനിധിയിൽ നിന്ന് മകൻ സ്റ്റാലിനിലേക്കും അവിടെ നിന്ന് സ്വന്തം മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനിലേക്കും നേതൃമാറ്റം കൈമാറിയത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പല മുതിർന്ന നേതാക്കളെയും ഇത് വല്ലാതെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയും ഉദയനിധി സ്റ്റാലിനും തമ്മിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നതെങ്കിൽ നേട്ടം കൊയ്യാൻ പോകുന്നത് ദളപതിയായിരിക്കുമെന്നാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ രൂപീകരിച്ച് ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ശക്തമായൊരു പ്രതിപക്ഷമാവാനുള്ള സാധ്യതയെങ്കിലും ഇപ്പോൾ വിജയുടെ മുമ്പിൽ തെളിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം പലപ്പോഴും പേരിന് മാത്രമാണ് തമിഴ് രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. AIDMKയും DMKയും മാറി മാറി ഭരിച്ച തമിഴ് മണ്ണിൽ പ്രതിപക്ഷത്തെത്തുന്നവർക്ക് പലപ്പോഴും സീറ്റുകൾ വളരെ കുറവായിരിക്കും. ജയിക്കുന്നവരാകട്ടെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറാറുള്ളതും. ഈ അടുത്തായി നടന്ന പല ജനകീയ വിഷയങ്ങളിലും വിജയ് നേരിട്ട് തന്നെ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ് ഹിന്ദി ഭാഷാ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലെല്ലാം വിജയ് കത്തി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെയെല്ലാം അവസാനത്തെ ഉദാഹരണമായിരുന്നു ഈ അടുത്ത് കണ്ട നോമ്പുതുറയും നിസ്കാരം നിർവഹിക്കലുമെല്ലാം. മുമ്പ് പലപ്പോഴും വിജയ് ഇഫ്താർ സംഗമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ അടുത്താണ് ഇതെല്ലാം ഇത്രയേറെ വൈറലാവുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദയനിധി സ്റ്റാലിനും വിജയും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്? ആരായിരിക്കും കൂടുതൽ രാഷ്ട്രീയം പറയാൻ പോകുന്നത്? ഈ ഘട്ടത്തിൽ വിജയിച്ചു കയറാൻ പോകുന്നത് ഇവരുടെ താരപരിവേഷമായിരിക്കുമോ അതോ രാഷ്ട്രീയമായിരിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.